എല്ലാവരും വളരെ സൗഹാർദ്ദമായിട്ട് ഇടപെടുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്. 2 മാസമായാലും ഇങ്ങോട്ട് താമസം മാറ്റിയെങ്കിലും വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷമായി ഇവിടെ ആൾ സജീവമായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്നാൽ തന്നെ ഇവിടെ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഗ്യാങ് തന്നെ അവർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, അങ്ങനെ വലിയവരെയും കുട്ടികളെയൊക്കെ ഒരേപോലെ സൗഹൃദത്തിലാക്കി ഒറ്റ കാഴ്ചയിൽ തന്നെ സൗഹൃദത്തിലാകുന്ന സ്വഭാവമായിരുന്നു. ഇന്നിവിടെ മഞ്ഞമല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വലിയ വിളക്കാണ്. വലിയ വിളക്കിന് ഉച്ച കഴിയുമ്പോൾ എല്ലാവരും കൂടി പോകാമെന്നും പറഞ്ഞ് ഇന്നലെ ജോലിക്ക് പോയ ആളാണ്. ആളുടെ വരവ് ഇനി ചേതനയേറ്റ ശരീരമാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ള വിഷമത്തിലാണ് ഞങ്ങളിവിടെ എല്ലാവരും. ഇപ്പോൾ ഈ മരണവാർത്ത എപ്പോഴാണ് അറിഞ്ഞത്? ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ സ്ക്രോള് പറഞ്ഞത്. പലരും വിളിച്ചിരുന്നു, ഇങ്ങനെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഒരു സംഭവം കേൾക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അറിഞ്ഞു. അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വന്നപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയത്. അപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. വളരെ വിഷമത്തിലാണ്. അമ്മ മാത്രമുള്ളതുകൊണ്ട് അമ്മയെ അറിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആയി ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. പിന്നെ ഒരു സഹോദരി ഉള്ളത് വന്നതിന് ശേഷമാണ് നമ്മോട് കാര്യങ്ങൾ പയ്യെ അവതരിപ്പിച്ചത്. അമ്മയോട് കാര്യങ്ങൾ അറിയിച്ചു. ഇന്നലെ രാത്രി തന്നെ അമ്മോട് ഇങ്ങനെ സൂചിപ്പിച്ചു, അങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള രീതിയിൽ അമ്മയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ കരച്ചിലാണ് നിങ്ങൾ ഒരാകത്ത് കേൾക്കുന്നത്. അമ്മ ഒട്ടും അമ്മയും മോനുമായിട്ട് അതുപോലെ തന്നെ പുറത്തുള്ളവരോട് വന്ന പോലെ തന്നെ അമ്മയും മകനുമായിട്ടും വളരെ സൗഹാർദ്ദപരമായിരുന്നു. വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന അമ്മയാണ്.